മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ജെൻഡർ റിസോഴ്സ് സെന്ററും ഊട്ടുപറമ്പ് MSc LP സ്കൂളും സംയുക്തമായി വായനാ ദിനം ആചരിച്ചു. മാന്നാർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BR ശിവപ്രസാദ് വായനാ ദിനം ഉദ്ഘാടനം ചെയ്തു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ജെൻഡർ റിസോഴ്സ് സെന്ററും ഊട്ടുപറമ്പ് MSc LP സ്കൂളും സംയുക്തമായി വായനാ ദിനം ആചരിച്ചു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BR ശിവപ്രസാദ് വായനാ ദിനം ഉദ്ഘാടനം ചെയ്തു. 96 മുതൽ എല്ലാ വർഷവും കേരളത്തിൽ നമ്മൾ വായനാ ദിനം ആചരിച്ചു വരുന്നു. അതേപോലെ തന്നെ 2017 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിക്കുകയും അതിനുശേഷം നമ്മൾ ദേശീയ വായനാ ദിനമായി ആചരിച്ചു വരുന്നതുമാണ്. PN പണിക്കർ സാറിനെ പറ്റി പറഞ്ഞാൽ ആദ്യമായി കേരളത്തിൽ ഗ്രന്ഥശാല ഉണ്ടാക്കിയ വ്യക്തി ആണ് ശ്രീ PN പണിക്കർ സാർ. അദ്ദേഹത്തിൻ്റെ വായനശാലയുടെ പേര് അറിയാം. ശാലയുടെ പേര് സനാതന ധർമ്മം എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള, അതായത് ചങ്ങനാശ്ശേരിക്ക് അടുത്തുള്ള ആൽത്തറയിലാണ് ആദ്യമായി വായന അവിടുത്തെ നാട്ടുകാരെ വിളിച്ച് വായന പഠിപ്പിക്കുന്നത്. അന്നത്തെ ജനങ്ങൾക്ക് വായനാശീലവും അതേപോലെ തന്നെ സ്കൂളിൽ പോയുള്ള അക്ഷര വിദ്യാഭ്യാസവും കുറവുള്ള ആൾക്കാരായിരുന്നു. നമ്മൾ കീറി കളഞ്ഞില്ലെങ്കിൽ, നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പുസ്തകം എന്നും നമ്മുടെ വീടിനുള്ളിൽ സുരക്ഷിതമായിട്ടിരിക്കും. അതേകൂട്ട് തന്നെ പുസ്തകത്തിൽ നിന്നും കിട്ടുന്ന ഇതിനകത്തെ കഥകൾ എഴുതിയിരിക്കുന്നത്, ഇതിൽ വരച്ചിരിക്കുന്ന ആളെന്ന് പറയുന്നത് ആതിര സജീവ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഈ പടങ്ങൾ ഇത്ര മനോഹരമായിട്ട് വരച്ചിരിക്കുന്നത്. നിങ്ങളെവിടെ പുസ്തകം കാണിച്ചില്ലായിരുന്നോ? അടുത്ത തവണ മുതൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഏതെങ്കിലും നിങ്ങൾക്കായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കായിട്ട് പുസ്തക രചന നടത്തുന്ന കുഞ്ഞുണ്ണിമാഷിനെ അറിയോ? കുഞ്ഞുണ്ണിമാഷിന്റെ വരികൾ കേട്ടിട്ടില്ലേ? അദ്ദേഹം പറയുന്നേ, അദ്ദേഹം ഒന്നുകൂടെ പറയുന്നത് കാണിച്ചു തന്നുണ്ടോ? വായിച്ചില്ലെങ്കിൽ വളയുമെന്ന് കാണിച്ചു തന്നുണ്ടോ? എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾ എല്ലാവരും പുസ്തകം വായിക്കണം. വായിച്ചില്ലെങ്കിൽ എന്താണ്, നമുക്ക് അറിവുകൾ ഉണ്ടാകും. PTA പ്രസിഡന്റ് ചന്ദ്രലേഖ അധ്യക്ഷയായി. ഹെഡ് മിസ്സസ് ജിനുത ജോർജ് സ്വാഗതം പറഞ്ഞു. വായനയിലൂടെ വളരാമെന്ന വിഷയത്തിൽ ചൈൽഡ് അഡോളസൻസ് കൗൺസിലർ വന്ദന വിശ്വനാഥ് കുട്ടികളുമായി സംവദിച്ചു. ക്ലാസ് നയിച്ച വന്ദന വിശ്വനാഥിന് BR ശിവപ്രസാദ് പുസ്തകം സമ്മാനിച്ചു. കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത PJ ആശംസാ പ്രസംഗം നടത്തി. വിദ്യാർത്ഥികൾ മഹാത്മജി സ്മാരക വായനശാല സന്ദർശിച്ചു. വായനശാല സെക്രട്ടറി MV സുരേഷ് വിദ്യാർത്ഥികളെ സ്വീകരിക്കുകയും പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ സർഗസൃഷ്ടികൾ പ്രകാശനം ചെയ്തു. ക്വിസ് മത്സരം, പ്രസംഗ മത്സരം എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. മാന്നാർ ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ പേരിൽ വിദ്യാർത്ഥികൾക്കായി പുസ്തകം സമ്മാനിച്ചു. ടെസ്സി കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ് മാന്നാർ.